എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് നല്ല ക്രിസ്പിയായ നല്ല അടിപൊളി കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങളെല്ലാം റെഡിയാക്കി വയ്ക്കാം. സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ നന്നായി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഉരുളൻകിഴങ്ങ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ചിക്കൻ വേവിക്കാൻ വയ്ക്കാം. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അത് വേവിക്കാനായിട്ട് വയ്ക്കാം. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ബ്രെഡ് പൊടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ചൂടാറിയ ഉരുളൻകിഴങ്ങ് നന്നായി ഉടച്ച് സെറ്റാക്കി വയ്ക്കാം. ചിക്കനും ഇതുപോലെ ചൂടാറിയതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടായതിന് ശേഷം അതിലേക്ക് സവോള ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാല, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഉരുളൻകിഴങ്ങും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഓരോ ഉരുളകളാക്കി കയ്യിൽ വെച്ച് പതിച്ച് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാം ഇതുപോലെ റെഡിയാക്കിയെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം ഇത് ഓരോ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 2 മുട്ട പൊട്ടിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ചൂടായതിന് ശേഷം അതിലേക്ക് ഓരോന്നും ആദ്യം മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക.
ഇതുപോലെ എല്ലാം തയ്യാറാക്കിയെടുക്കാം നമുക്ക്. ഒരു ഭാഗമായതിനു ശേഷം അപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ബ്രൗണിഷ് കളറാകുമ്പോൾ നമുക്കത് വാങ്ങിയെടുക്കാം. അങ്ങനെ അതെല്ലാം നമുക്കതുപോലെ ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ക്രിസ്പിയായ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.